ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തമ്മിൽ പിരിയാനായിട്ട് കാരണമായിട്ടുള്ള ആ ഒരു യഥാർത്ഥ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകും. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡുകൾ. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ ടെമ്പറൻസ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് 5 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. നമ്മൾ നോക്കുന്നത് നിങ്ങൾ പിരിയാനായിട്ട് കാരണമായിട്ടുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, നിങ്ങളിൽ രണ്ടുപേരിൽ ഒരാൾക്കുണ്ടായ ഒരു ഡിസപ്പോയിൻമെന്റും മനസ്സിലുണ്ടായ ഒരു വേദനയുമാണ് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഈ 5 ഓഫ് കപ്സിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഫീലിങ്സ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ആര് തന്നെയായിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടുപേർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല. നമുക്ക് ഒരാൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് വരുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിരാശ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾ തകർന്ന സമയത്ത് മനസ്സ് അവർ അടച്ചു കളഞ്ഞതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ സത്യത്തിലുള്ള ഒരു കാര്യം അത് തന്നെയാണോ, ചിലപ്പോൾ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണോ എന്നൊക്കെ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ 5 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ കുറേ കപ്സുകൾ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും ബാക്കിൽ അല്ലെങ്കിൽ സൈഡിലായിട്ട് കുറച്ച് സ്നേഹം കൂടി മിച്ചം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എങ്കിൽ ആ ഒരു പേഴ്സൺ കാണാതെ പോയ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി അങ്ങനെ വന്നതാകാം. ഇപ്പം നിങ്ങളാണ് നിങ്ങളുടെ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കുള്ള ഒരു സ്നേഹം അവിടെ ആ ഒരു വ്യക്തി കരുതി വെച്ചിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയ കപ്പിനെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും കരുതലും കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ആ ഒരു വ്യക്തി അവരുടെ മനസ്സ് അടച്ചു കളഞ്ഞു, ആ ഫീലിങ്സ് നിർത്തി എന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സുകൾ വറ്റി വരണ്ടു പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്ന കാർഡ് 2 ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊരു തീരുമാനമില്ലാത്ത ഒരവസ്ഥ. ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാതെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ച്, അതപ്പോൾ ചിലപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ പരസ്പരം നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. കുറേയേറെ കാര്യങ്ങൾ ഇവര് എന്നെ മനസ്സിലാക്കട്ടെ, ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് ഇതിൽ നിന്നാലേ, എന്നിട്ട് ഇവർക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അതേ സെയിം ടൈമിൽ നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഇനി കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ പറഞ്ഞു എന്നിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഇനി ഞാൻ പറയാനായിട്ടില്ല എന്ന രീതിയിൽ ഒരു സൈലന്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവാം. ആ ഒരു സൈലൻസ് പിന്നെ ഒരു ബിഗ് സൈലൻസ് ആയിട്ട് മാറി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഒരു പിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ അടക്കി പിടിച്ചു വെച്ചു എന്നാണ് കാണുന്നത്. ഇത് ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഒരു സ്ലോയിലുള്ള ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് 3 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പം ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുപോലെ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ടായ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ അവർ ജസ്റ്റ് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയി ആ ഒരു നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ ഒരു റിവാർഡ് കിട്ടിക്കൊണ്ട് അവരിങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ടാവാം. നിങ്ങൾ ഓക്കെ അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഈ ഒരു സൈഡ് ബൈ സൈഡ് പോകാം എന്ന രീതിയിൽ അങ്ങനെ പോയിട്ടുണ്ടാവാം. അപ്പൊ ആ രണ്ടുപേരും ഒരേപോലെ ശ്രമിച്ചിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതും ഇതൊരു പിരിയാനുള്ളൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ 8 ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഫീലിങ്സുകൾ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഫീലിങ്സുകൾ വറ്റി വരണ്ടു പോയി എന്നുള്ളത്. അപ്പൊ ഫീലിങ്സുകൾ, നല്ല നല്ല ഫീലിങ്സുകൾ അവിടെ കുറഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരാള് മാനസികമായിട്ട് പിന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം ഒരു മനസ്സ് നീറുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക്. ഇപ്പോൾ ഒരു ശരീരത്തിന് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ആ ഒരു ശരീരത്തിന് ആ ഒരു ഭാഗത്ത് ഇരുന്ന് നീറ്റുന്നത് പോലെ തന്നെ മനസ്സിന് വിങ്ങൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ഫീലിങ്സുകളെ, അത് തന്നെയാണ് ഫസ്റ്റ് കാർഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഫീലിങ്സ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്.
അപ്പൊ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച മോശമായ വാക്കുകളൊക്കെ സംസാരിച്ചത് അവരെ ഹൃദയത്തെ മുറിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞവര് നമ്മൾ മറന്നുപോകും എന്താണ് പറഞ്ഞത് എന്നുള്ളത്. പിന്നീട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചാലും ആ ഒരു പേഴ്സന്റെ മനസ്സിൽ അതെന്നും അവിടെ ഉണ്ടാകും. അപ്പൊ അതിനിപ്പോ എന്ത് ചെയ്താലും അതെടുത്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോ ആ ഒരു പേഴ്സൺ തന്നെ വിചാരിച്ചാൽ പോലും അത് അവരുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കൂടുതലും ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യം, കാരണം ഒരു മനസ്സിന് മുറിവേൽക്കണമെങ്കിൽ അതേപോലെയുള്ള സംസാരങ്ങൾ, പ്രവൃത്തികൾ വരണമല്ലോ. കൂടുതലായിട്ടും സംസാരങ്ങളും അല്ലെങ്കിൽ അവഗണിച്ചു പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേറ്റിരിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആ മനസ്സിന്റെ നീറ്റിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ 8 ഓഫ് കപ്സ് വഴി. അപ്പൊ ആ ഒരു ശരീരത്തിനേക്കാളും മനസ്സിനുണ്ടായ ആ ഒരു വേദന, അത് അവർക്ക് താങ്ങാവുന്നതും അപ്പുറത്തായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കാണോ അവർക്കാണോ, എനിക്ക് കറക്റ്റ് ആയിട്ട് ആർക്കാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എങ്കിലും ആ ഒരു വേദനയാണ് ഈ ഒരു വേർപിരിയലിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നൈറ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. അത് ഈ ഒരു 8 ഓഫ് കപ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു വരുന്ന ഒരു കാർഡുകളാണ്. കടുത്ത വാക്കുകൾ സംസാരിക്കുക, മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുക, ദേഷ്യത്തോടെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകളാണ് ഈ ഒരു ബന്ധത്തിന് മുറിവുണ്ടാക്കിയതെന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് സപ്പോർട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് മനസ്സിന് വേദന. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള പല വാക്കുകളും ഇപ്പോൾ നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, കാര്യങ്ങൾ, ഫീലിങ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവരുമായിട്ട് വീണ്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് വരാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു സ്നേഹത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനോ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ പാസ്റ്റിൽ അവർ പറഞ്ഞു പോയ ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ മനസ്സിൽ തനിയെ ഇങ്ങനെ കയറി. ഇനിയിപ്പം ഇല്ല, അവരോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ കൂടിയും നമുക്ക് ആ സമയത്ത് ആ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പൊ അതിന്റെ വേദനകളാണ് കൂടുതലും നിങ്ങളെ തമ്മിൽ അകറ്റി മാറ്റിയത് എന്നാണ് നമുക്ക് കിട്ടുന്നത്. കടുത്ത വാക്കുകളുടെ ഉപയോഗം, മോശമായ വാക്കുകളുടെ ഉപയോഗം, ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു പിടിവാശിയുടെ ഒരു കാർഡാണിത്. അത് ക്ഷമിക്കാനോ വിട്ടുകൊടുക്കാനോ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറായില്ല. ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി അത് വിട്ടുകൊടുക്കാതെ എൻ്റെ ഭാഗത്തെ ഈഗോ ജയിക്കാനായിട്ട് ഞാൻ പിടിച്ചു വെക്കുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ആ ഒരു പേഴ്സന്റെ ഈഗോ ജയിക്കാനായിട്ട് അവർ പിടിച്ചു വെക്കുന്നു. അങ്ങനെ അത് വലിയൊരു ഗ്യാപ്പ് അവിടെ സൃഷ്ടിച്ചു എന്നാണ്. അത് വളർന്ന് നിങ്ങൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വേർപിരിയലിന്റെ ഒരു വക്കിലെത്തി എന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതും ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പത്തിന്റെ ഒരു കാർഡാണ്. ഇനി ബന്ധത്തിൽ എന്ത് വേണമെന്ന് രണ്ടു കൂട്ടർക്കും വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടാവാം. ഇനി 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടായത് കൊണ്ട്, ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ടെൻഷനും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ മൂലം, പിന്നെ ഈ ഒരു സെപ്പറേഷൻ, സൈലൻസ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉത്തരവാദിത്വം ഒത്തിരി ഉള്ളതായിട്ട് ഇവർക്ക് തോന്നി. ഈ ഒരു റിലേഷൻഷിപ്പ് ചുമക്കുക എന്ന് പറയുന്നത് വളരെ ബേർഡൻ ആണ് എന്ന് രണ്ടുപേർക്കും തോന്നിയ ഒരു സമയത്ത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷം കുറഞ്ഞു വന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് രണ്ടു കൂട്ടരും ശ്രമിച്ചില്ല ഉള്ളതാണ്. അവരുടെ ഫീലിങ്സുകൾ തുറന്ന് സംസാരിക്കാനോ പ്രകടിപ്പിക്കാനോ ശ്രമിച്ചില്ല. അപ്പം ഇവിടെ അവര് ഈ ഒരു രണ്ടുപേരും, നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ, രണ്ടു കൂട്ടരും ലക്ഷ്യം വെച്ചത് ഒരേ ഒരു കാര്യമാണ്, ജയിക്കാനുള്ള ആ ഒരു മനോഭാവം. ഞാൻ പിടിച്ച ഭാഗം ജയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പിടിവാശിയുടെ പുറത്തായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പൊ എന്തെങ്കിലും ഒരു വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വാദങ്ങളിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്നത് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും ഞാൻ ശരിയാണ് എന്ന നിലപാടാണ് ഈ റിലേഷൻഷിപ്പിൽ സ്വീകരിച്ചിരുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ. അപ്പൊ രണ്ടു കൂട്ടർക്കും രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അവർ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ കൂടി നിൽക്കാതെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ പറയുകയും സെയിം രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇതിനകത്തൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു ഹെർമിറ്റ് കാർഡാണ്. ഒരാൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് കുറേയേറെ സമയം വേണം. ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സെപ്പറേഷൻ കാരണമായിട്ടുണ്ടാകാം. അപ്പോൾ അതുകൂടി കുറച്ച് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങ് പോയി കഴിയുമ്പോൾ ഇതൊരു നല്ല രീതിയിൽ പോകില്ല എന്ന് കാണുമ്പോൾ രണ്ടിൽ ഒരാൾക്ക് തോന്നും ഞാനൊരു കുറച്ച് സൈലന്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആകും എന്ന് തോന്നും. ആ ഒരു ബ്രേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അവരെ തന്നെ മനസ്സിലാക്കുകയും അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു സമയം കിട്ടും. അതുപോലെ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സമയമായിട്ട് ഇതിനെ നമുക്ക് കാണാമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം
ശരിക്കും പറഞ്ഞാൽ ഒരു ശാന്തി തേടി മാറിപ്പോകൽ, ഒരു സമാധാനം തേടി മാറിപ്പോയതായിരിക്കാം ഈ ഒരു പേഴ്സണും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷനിലേക്ക് പോയത്. അതുപോലെ തന്നെ ഒരു ബാലൻസ് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. ഈ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന രീതിയിലും മാറിപ്പോകാനാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും നമ്മളിപ്പോൾ മുന്നേ കണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാതായി എന്നുള്ള അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു പിരിഞ്ഞ് മാറി നിൽക്കുന്നത് ആയിരിക്കും, ഒരു സെപ്പറേഷനിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും എന്തുകൊണ്ടും നല്ലത്. ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഒരു പിരിയൽ ഒരു വലിയ തെറ്റിനേക്കാൾ ഒരു ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടായ ഒരു മാനസിക അകലമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞു റീഡിങ്ങിന് ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലാതെ ഒരു വലിയ ഇപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്ത് വേറൊരു വ്യക്തിയിലേക്ക് പോയത് കൊണ്ടോ അങ്ങനെയുള്ള വലിയൊരു തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ തുടർന്ന് നിങ്ങൾ കോൺഫ്ലിക്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ വന്നു. അപ്പോൾ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അതിനകത്ത് വരികയും പിന്നീട് അത് സംസാരം കുറഞ്ഞു വരികയും അത് അവരാദ്യം സംസാരിക്കട്ടെ ഇവരാദ്യം സംസാരിക്കട്ടെ എന്ന രീതിയിൽ ഒരു പിടിവാശിയിലേക്ക് പോവുകയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടും ഈ ഒരു പേഴ്സൺ നിങ്ങളോടും വളരെയധികം വികാരങ്ങൾ, അതായത് ഫീലിങ്സ് ഉണ്ടെങ്കിൽ, സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഇത് രണ്ടും പ്രകടിപ്പിക്കാനായിട്ട് ഈഗോ സമ്മതിക്കാതിരിക്കുകയും അങ്ങനെ ഈ ഒരു ബന്ധം കുറച്ച് ഒരു സെപ്പറേഷനിലേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്, അത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഇത് സെപ്പറേഷനിൽ പോയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇവിടെ വീണ്ടും ഈ ഒരു പേഴ്സണുമായിട്ട് ചേരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ ഈ ഒരു കാർഡുകൾ തന്നെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് വീണ്ടും ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിന് കുറച്ച് സമയം വേണം, കുറച്ച് ഹീലിങ്സ് വേണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുറന്ന കോൺവെർസേഷൻ നിങ്ങൾ നടത്തണം. നല്ല കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇനി ഈ ഒരു പേഴ്സൺ വീണ്ടും ഒരു തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ഒരു അകലത്തിലേക്ക്, കൂടുതൽ ഒരു സെപ്പറേഷനിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതിന് ശേഷം വീണ്ടും ഒരു ചേരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസിലേക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സൊന്ന് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒത്തിരി വേദനകൾ, ഹേർട്ടുകൾ, വിഷമങ്ങൾ, ദേഷ്യം അല്ലെങ്കിൽ ഒത്തിരി പ്രതീക്ഷകൾ, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് ശാന്തമാക്കണം എന്നുള്ളതാണ്. ഫീലിങ്സുകൾ ഉണ്ടാകും. ആ ഫീലിങ്സുകളിൽ നിന്ന് ഒരു നമ്മൾ ആ ഫീലിങ്സുകളെ കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. തെറ്റായത് എടുക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് വശങ്ങളാണ് ചിന്തിക്കുക. സ്വാഭാവികമായി മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് വശങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ കമ്പൽ ചെയ്തുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വേദനയും ദേഷ്യവും പ്രതീക്ഷകളും എല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ശാന്തമാകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ഗൈഡൻസും കിട്ടുന്നുണ്ട്. ഇനി ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പൊ ഞാനിവിടെ പറയല്ലോ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ മാത്രമേ ഇതൊരു നല്ല രീതിയിലേക്ക് ഇനി തിരിച്ചു വരികയുള്ളൂ എന്നോ. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ ഒരു ആദ്യ നീക്കം വളരെ ചെറിയ രീതിയിലായിരിക്കണം. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് നിങ്ങൾക്കുള്ള ദേഷ്യം മൊത്തം പറഞ്ഞു തീർക്കുക, നിങ്ങൾക്കുള്ള ഇമോഷൻസ് പറഞ്ഞു തീർക്കുക, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഒരേ ടൈമിൽ അങ്ങനെ ചെയ്ത് ലഘുവായ ഒരു സ്മാർട്ടായ രീതിയിൽ ചെറിയ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ശ്രമിക്കുക. ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിൽ ഒത്തിരി സമ്മർദ്ദം കൊടുക്കാതിരിക്കുക. ഈ ഒരു പേഴ്സണുമായിട്ട് ഇനി സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ കരഞ്ഞോ സങ്കടപ്പെട്ടോ ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ സമ്മർദ്ദം കൊടുത്തുകൊണ്ടാണ് ആ ഒരു പേഴ്സണിന്റെ മനസ്സിന് സമ്മർദ്ദം കൊടുക്കണം. അപ്പൊ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് നേരിട്ട് ഒരു വലിയ സംഭാഷണം തുടങ്ങരുത്. ചെറിയ രീതിയിൽ സംഭാഷണം തുടങ്ങുക, ഒരു കാഷ്വൽ ടോക്ക് എന്ന പോലെ. അപ്പൊ അവരുടെ പ്രതികരണം നിരീക്ഷിക്കുക. അവരെന്താണ്, നിങ്ങൾ അങ്ങനെ ടോക്ക് ചെയ്യുന്ന സമയത്ത് അവരെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, നിരീക്ഷിക്കുക. അവര് തുറന്ന് സംസാരിക്കുകയാണോ അതോ അകന്ന് നിൽക്കുകയാണോ, അതനുസരിച്ചിട്ട് വേണം അടുത്തൊരു തീരുമാനം എടുക്കേണ്ടത്.
അപ്പം ഒരു സ്വന്തം ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കണം. നമ്മൾ അവരുടെ മുന്നിൽ കിടന്ന് കാല് പിടിച്ച് കരഞ്ഞ് സീനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് താല്പര്യമില്ല, അവർ പൊക്കോട്ടെ, ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പൊക്കോട്ടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കാം ചെയ്തെടുക്കണം എന്നാണ് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ്. അതാണ് മനസ്സിനെ കാമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മളിപ്പോൾ ചേരാനായിട്ട് നിങ്ങളുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോയാലും എവിടെ പോയാലും അവസാനം നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഇനി നഷ്ടപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അതും അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇത് പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകാനോ ഒന്നും പറ്റത്തില്ല. ആ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമായ സിറ്റുവേഷൻസ് ആണ് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് വരുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ്. ഈ ബന്ധത്തിൽ വേഗം ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു ഫലം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയ ചെറിയ മുന്നേറ്റങ്ങൾ തന്നെയാണ് വലിയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ശാന്തമായിട്ട് ചെറിയ രീതിയിലൊക്കെ കോണ്ടാക്ട് ചെയ്യുക. പ്രതികരണം നോക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഒത്തിരി തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പൂർണ്ണമായി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു പിൻവാങ്ങലും വേണ്ട. ഒരു ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. സെക്കൻഡ് ക്ലൂ നേച്ചർ, പ്രകൃതിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ റീഡിങ് നിങ്ങൾ കാണുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ആ ഒരു കാര്യം പോസിബിൾ ആണ്. യെസ്, പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 41, ലെറ്റർ എസ്, എബ്രോഡ്. നിങ്ങൾ എബ്രോഡ് പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എബ്രോഡ് ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം ഉള്ളത് എന്ന് വിചാരിക്കുന്നു. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ എം, ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നെയിൽ പോളിഷിനോടൊക്കെ ഒത്തിരി ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം. റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1979 കിട്ടുന്നുണ്ട്. 1992 ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 43 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 9, എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 1987 എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് സൈഡിലെ കവളിലെ മറുകളിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ 6 നമുക്ക് കിട്ടുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. കണ്ണൂർ ജില്ല കിട്ടുന്നുണ്ട്. നമ്പർ 34, തിരുവനന്തപുരം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 37, നമ്പർ 31. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.